അപ്പോൾ മഞ്ജുവിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗിരി മഞ്ജുവിനോട് ചോദിക്കുകയാണ്, സ്വപ്ന പറഞ്ഞതുപോലെ നിനക്ക് എപ്പോഴെങ്കിലും സഞ്ജയെ വിവാഹം കഴിക്കാൻ കഴിയാഞ്ഞതിൽ വിഷമമുണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ മഞ്ജു ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. നല്ല സങ്കടം വരുന്നുണ്ട് മഞ്ജുവിന്. എന്നിട്ട് മഞ്ജു പറയുകയാണ്, എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ എനിക്ക് ഇപ്പോഴും അങ്ങനെ തോന്നുന്നു. കാരണം എന്നെ അത്രയല്ലേ ഗിരിയേട്ടൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി ഇനി ജീവിക്കുന്നതിലും ഭേദം ഇങ്ങനെ ഒരു കല്യാണം നടക്കാതിരുന്നത് തന്നെയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗിരിക്കും ആകെ ഷോക്കായി പോവുകയാണ്. ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്നും ഗിരിക്കും തോന്നുകയാണ്. ശേഷം സഞ്ജയെയും സഞ്ജയുടെ ആൻറ്റിയെയുമാണ് കാണിക്കുന്നത്. അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ സ്വപ്നയെ കറക്കിയെടുക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ആൻറ്റി സഞ്ജയോട് പറയുകയാണ്, നീ സ്വപ്നയും കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോവാതെ കുറച്ചും കൂടി പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളിൽ അവളെയും കൊണ്ട് പോകും. അപ്പോൾ നാളെ ആൾക്കാരും കാണും, അവളുടെ വീടിന് നാണക്കേടാവും. അങ്ങനെയല്ലേ ഒരു ചീത്തപ്പേരൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് അങ്ങനെയല്ല ഉദ്ദേശം, എനിക്ക് അതിൻ്റെ അപ്പുറം വേണം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, അവളെ എനിക്ക് നശിപ്പിക്കണം. ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്തിട്ട് എനിക്ക് അവളെ നശിപ്പിക്കുക തന്നെ വേണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഗിരിക്ക് പിന്നെ ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല. അവനാകെ തകർന്നു പോകും. അങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഗിരിയെയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ക്രൂരമായിട്ട് അവനെ ഇഞ്ചായിട്ട് ാണ് താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചതിനേക്കാളും വിഷമാണല്ലോ ഇവനെന്ന്. അങ്ങനെ അവളെ നശിപ്പിക്കുമ്പോൾ ഞാൻ അവളുടെ കുറച്ച് ഹോട്ട് വീഡിയോ എല്ലാം പിടിച്ചു വെക്കും. എന്നിട്ട് ഞാനത് വൈറലാക്കും, ഞാൻ നെറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ശരിക്കും ഗിരി തകർന്നു എൻ്റെ അടുത്ത് കാല് പിടിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഗിരിനെ കൊണ്ടെത്തിക്കണം. അവൻ മനസ്സ് തകർന്നിരിക്കും. എനിക്ക് കൊല്ലണം, അവനെ ഇല്ലാതാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ എത്ര എളുപ്പമാണോ എന്ന് ആൻറ്റിയും ചോദിക്കുകയാണ്. അതൊക്കെ നടക്കും ആൻറ്റി, അത് ഞാൻ കുറച്ച് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് അവൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ ഉദ്ദേശം നടത്തണമെങ്കിൽ നല്ല റിസ്ക് ആണ്, അത് എങ്ങനെ നടക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരു വഴിയുണ്ട്. ഞാൻ അവളെ ഇവിടെ വിളിച്ചു വരുത്തും. അപ്പോൾ എന്നിട്ട് ഒരു മയക്കുമരുന്നൊക്കെ കാപ്പിയിൽ ചായയിൽ കലക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓക്കെ ആകും എന്നൊക്കെ പറയുകയാണ്. എനിക്കത് നല്ലൊരു ഐഡിയ തന്നെയാണെന്നൊക്കെ പറയുകയാണ്. ശേഷം മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. മഞ്ജു അങ്ങനെ എന്താ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതിനിടയിൽ ഗിരി വരികയാണ്. അപ്പോൾ ഗിരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവളോട് സോറി പറഞ്ഞേക്കാം, രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, സോറി പറഞ്ഞേക്കാമെന്ന് ഓർത്ത് അങ്ങോട്ട് ചെന്ന് മഞ്ജു എന്ന് പറഞ്ഞ് സോറി പറയാൻ പോകുമ്പോഴേക്കും തന്നെ മഞ്ജു ഇങ്ങോട്ട് പറയുകയാണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യമില്ല, ഞാൻ മനസ്സറിവില്ലാത്ത കാര്യങ്ങളാണ് ഗിരിയേട്ടൻ പറഞ്ഞത്, എനിക്കതിനെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് തല്ലുപിടിക്കാൻ താല്പര്യമില്ല എന്ന് തീർത്ത് പറയുകയാണ്. അപ്പോൾ ഗിരി തന്നെ ഞെട്ടിപ്പോവുകയാണ്. മഞ്ജു പറയുകയാണ്, ഇങ്ങനെ ഗിരിയേട്ടൻ പറയാനുള്ള കാരണം എന്താണ്? സ്വപ്ന പറഞ്ഞ് ഓരോന്ന് കുത്തിത്തിരിപ്പാക്കി തന്നതാണോ, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിലുള്ള വഴക്കിനിടയിൽ സ്വപ്നയുടെ കാര്യം പറയരുത്, സ്വപ്നയുടെ പേര് വലിച്ചഴക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അപ്പോൾ എൻ്റെ അനിയത്തിയെ പോയി വീട്ടിൽ പോയി നമ്മുടെ പേരും പറഞ്ഞ് അവളെ പോയി വഴക്കിടാൻ പോയതോ, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിന്നോട് ഞാൻ തർക്കിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഗിരി പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഗിരി തട്ടി വീഴുകയാണ്. പോയി പിടിച്ചെടുക്കാനൊക്കെ നോക്കുമ്പോഴേക്കും വേണ്ട, എന്നെ തൊട്ട് പോകരുതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മഞ്ജു മാറി നിൽക്കുന്നു. വീണ്ടും തന്നെ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ നടക്കാതെ ആകുമ്പോൾ, നിനക്ക് കണ്ണ് കണ്ടിട്ട് ഒന്ന് എടുത്ത് പിടിച്ചെഴുന്നേൽപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, എനിക്ക് അങ്ങനെ ഒരു കഴിവൊന്നുമില്ല, ദേഹത്ത് തൊടാതെ പിടിച്ചെഴുന്നേൽപ്പിക്കാനൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ദേഹത്ത് തൊട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ മഞ്ജു പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറ്റി കൊടുക്കാൻ പോകുമ്പോഴേക്കും ഗിരിയുടെ പുറത്ത് ഒരു പാട് കാണും. ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും പോലീസുകാരെ ഇഷ്ടമല്ലാതെ ഗിരിയല്ലേ അറിയാവുന്നത്. പക്ഷെ അതിന് പിന്നിലുള്ളൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ മദ്യദുരന്തത്തിന് കാരണമായ ആളായതുകൊണ്ട് തന്നെ ആ മദ്യദുരന്തം ഉണ്ടാക്കിയ ഫലം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ അച്ഛനും ആ മദ്യദുരന്തത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. അപ്പോൾ ആ മരിച്ചുപോയ അച്ഛൻ്റെ കുട്ടി ആ ദേഷ്യം തീർക്കാനൊക്കെ ആയിട്ട് നാട്ടുകാരും എല്ലാവരും എന്നെയാണ് കരുവാക്കിയിരുന്നത്. അങ്ങനെ അവൻ ഒരിക്കൽ വന്നിട്ട് ഒരു പിച്ചാത്തി കൊണ്ടുവന്ന് എൻ്റെ പുറത്ത് വെട്ടി. അവന് വലിയ കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളായത് കൈ പറിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുകയാണ്. മദ്യദുരന്തത്തിൻ്റെ പേരിൽ ഒരുപാട് പീഡകൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം ഞാനതെല്ലാം സഹിച്ചിരുന്നു. പിന്നീട് അതുകൊണ്ട് രക്ഷയില്ലാണ്ട് വന്നപ്പോഴാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പ്രതികരിച്ചാണ് ഞാൻ പോലീസിനോട് ദേഷ്യമുള്ള ഒരാളായി മാറിയത്. പോലീസുകാരൊന്നും എനിക്ക് ആദ്യം ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എൻ്റെ വീടിനും വീട്ടുകാർക്കൊന്നും ഒരു സപ്പോർട്ടും ചെയ്തു തന്നില്ല. ഞങ്ങളെ ഒഴിഞ്ഞിട്ടേക്കുമായിരുന്നു, ഉപേക്ഷിച്ചിട്ട പോലെ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീടിനും എൻ്റെ വീട്ടുകാർക്കും എനിക്കൊക്കെ വേണ്ടി ഞാൻ തന്നെ ഇങ്ങനെ ഒരു ാക്കി മാറ്റിയതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലീസുകാരെ ഇഷ്ടമല്ലാത്ത ഗിരിയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ കാരണം അതൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ മഞ്ജു ഓടിയിരുന്ന് അറിയാതെ കരഞ്ഞു പോവുകയാണ്. അപ്പോൾ നീ എന്തിനാ
എനിക്ക് അറിയാമായിരുന്നു ഗിരിയേട്ടന് പോലീസുകാരോട് ദേഷ്യമുണ്ടെന്ന്. പക്ഷെ ഇത്രയും ആഴത്തിലുള്ള മുറിവ് അതിന് കാരണമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. സഞ്ജയ് സ്വപ്നയെ വിളിക്കുകയാണ്. എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പഠിക്കുമായിരുന്നു, റാങ്ക് മേടിക്കണം, എങ്ങനെ ഒരു ജോലി മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നിന്നെ ജോലിക്ക് വിടാൻ പോവുകയല്ലേ, നിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ റാണിയായിട്ട് വാഴിക്കും, നിന്നെ ഒരിടത്തും വിടില്ല, എനിക്ക് 24 മണിക്കൂർ നിന്നെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുകയാണ്. എനിക്ക് നിന്നെ കാണണം, നീ കല്യാണം കഴിച്ച് വരാൻ പോകുന്ന വീടല്ല, അതുകൊണ്ട് തന്നെ നീ ഇവിടെ ഒന്ന് വരണം, നാളെ വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഒന്ന് നിഷേധിക്കുകയാണ്. പിന്നെ നിർബന്ധിച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറയുന്നു. അപ്പോൾ സ്വപ്നം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ എന്തോ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, എൻ്റെ സ്വഭാവം ഇവനെ അറിയില്ല, ഞാൻ ആരാ മോളെന്നൊക്കെ രീതിയിൽ സ്വപ്നയെ മനസ്സിൽ വിചാരിക്കുകയാണ്. സ്വപ്നയെ വരുത്താൻ വേണ്ടിയിട്ട് അവരുടെ ആൻറ്റി ശാലിനിയും കൂട്ടി അവിടെ നിന്ന് ഒരു കണക്കിന് അവിടെ നിന്നും ശാലിനിക്ക് പാടില്ലാത്ത ശാലിനിയും കൂട്ടി തന്നെ അവിടെ നിന്ന് വേഗം മാറുകയാണ്. സ്വപ്ന വരാനും സഞ്ജയുടെ കാര്യങ്ങളെല്ലാം ഉദ്ദേശമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശാലിനിയും കൊണ്ട് പോകുന്നു. കഴിയുമ്പോഴേക്കും സ്വപ്ന വരുന്നു. സ്വപ്ന വന്നു കഴിയുമ്പോൾ ആദ്യം കിച്ചണിൽ കൊണ്ടേ കാണിക്കുന്നു, അതിനുശേഷം ബെഡ്റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ സ്വപ്നയെ ഇരുത്തിയിട്ട് ഞാനിപ്പോൾ കാപ്പി ഇട്ട് തരാമെന്ന് പറഞ്ഞ് കാപ്പി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്വപ്നയാണെങ്കിലും ഇവൻ എന്തൊരു മനുഷ്യനെ, ഈ നേരത്താണോ കാപ്പിയൊക്കെ തരാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് സ്വപ്നയും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതേസമയം പോയി കിച്ചണിൽ പോയി കാപ്പി എടുത്തിട്ട് അതിൽ മയക്കുമരുന്ന് ചേർക്കുകയാണ്, സ്വപ്നയെ മയക്കി കിടത്താനും അവൻ്റെ ഉദ്ദേശങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.